വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളെ ഒന്നാകെ വിഴുങ്ങി ഉരുൾപൊട്ടി ഇറങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. കൂറ്റൻ പാറകൾ, തകർന്നു വീണ കെട്ടിടങ്ങൾ, ചുറ്റും ചെളിയും മണ്ണും കണ്ടു നിൽക്കാനാവില്ല ഈ ദുരന്തമുഖം. ചാലിയാറിലൂടെ കിലോമീറ്ററുകളോളം മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. 250ഓളം പേരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം. ദുരന്തമുഖത്തേക്ക് ഇനിയും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതോടെ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. വ്യോമസേന സുലൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് എയർലിഫ്റ്റിംഗിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മുണ്ടക്കൈയിൽ മാത്രം 100ഓളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത്. കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമുണ്ട്. പകൽ വെളിച്ചം നിലയ്ക്കുന്നതോടെ രക്ഷാപ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലാകും. ഗുരുതരമായി പരിക്കേറ്റവരടക്കം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ അനുകൂലമായാൽ എയർലിഫ്റ്റിംഗിനും മേഖലയുമായി ബന്ധപ്പെടുന്നതിന് ബദൽ സംവിധാനങ്ങളും ഒരുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതേസമയം ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ ഒഴുകിയെത്തിയത് ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തി. അംഗഭംഗം വന്ന നിലയിലായിരുന്നു പല മൃതദേഹങ്ങളും. ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണെന്നാണ് നിഗമനം. വിവരമറിഞ്ഞ് ചൂരൽമലയിലെത്തിയ പോലീസിനും എയർഫോഴ്സിനും ജനപ്രതിനിധികൾക്കും നടുക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. അതേസമയം പിഴുതെറിഞ്ഞ ഉരുൾപൊട്ടലിന്റെ ആകാശ ദൃശ്യം ഏറെ നടുക്കുന്നതാണ്. തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറിയൊഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും വലിയ പാറക്കല്ലുകളും ചെളിയും മാലിന്യങ്ങളും മാത്രമാണ് ഉരുൾപൊട്ടലിലുണ്ടായ പ്രദേശങ്ങളിൽ കാണുന്ന ദൃശ്യം. മരണസംഖ്യ ആശങ്കപ്പെടുത്തും വിധം ഉയരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മരിച്ചവരിൽ 33 പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. പുലർച്ചെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വീണ്ടും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇതോടെ രക്ഷാപ്രവർത്തകർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. നിരവധി വാഹനങ്ങളാണ് ഒഴുകിപ്പോയത്. വീടുകളിലും വെള്ളവും ചളിയും കയറി. സമീപത്തെ സ്കൂൾ കെട്ടിടം ഏകദേശം പൂർണ്ണമായി തന്നെ മണ്ണിനടിയിലായി. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി ടി സിദ്ദീഖ് MLA എന്നിവർ സ്ഥലത്തെത്തി. റവന്യൂ മന്ത്രി കെ രാജൻ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു എന്നിവർ സ്ഥലത്തെത്തി. പ്രദേശത്ത് 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കിടക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമവും നടക്കുകയാണ്. വലിയ ശബ്ദത്തോടെ 2 തവണ ഉരുൾപൊട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചൂരൽമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുവരെ വൻ മണ്ണിടിച്ചിലാണുണ്ടായത്. ആളുകൾ മണ്ണിനടിയിൽപ്പെട്ടു കിടക്കുന്നതായും സംശയമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിലും മണ്ണിടിച്ചിലിനെ തുടർന്നും കഴിഞ്ഞ ദിവസം പുഞ്ചിരി മട്ടം മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കുറച്ചു കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു. 2019 പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ.